4 + 1. السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل وصحابة أجمعين الفائزين برضا الله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും പ്രിയമുള്ള പഠിതാക്കളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ റമദാനിൽ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ നിയമങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ ഖബൂൽ ചെയ്യുകയും ഈ നിയമങ്ങൾ അനുസരിച്ച് ഓതാനുള്ള കഴിവും പ്രാപ്തിയും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ കൂട്ടത്തിൽ റമദാൻ ദൗറത്തുൽ ഖുർആനിൽ ജോയിൻ ചെയ്ത പഠിതാക്കളുണ്ട്. ദൗറത്തു തിലാവയിൽ അല്ലെങ്കിൽ ദൗറത്തുൽ ഹിഫ്ളിൽ ജോയിൻ ചെയ്ത പഠിതാക്കളുണ്ട്. അപ്പൊ ദൗറത്തു തിലാവ, ദൗറത്തുൽ ഹിഫ്ള് പഠിതാക്കൾ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ഇപ്പോൾ ഈ ക്ലാസ് നടക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓത്ത് തൽക്കാലം നടക്കാത്തത്. ഈ ഒരു ക്ലാസ് വളരെ പ്രധാനമാണ്. അത് നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യേണ്ടതുള്ളത് കൊണ്ടും നിങ്ങളുടെ തിലാവത്തിന്റെ അല്ലെങ്കിൽ ഹിഫ്ലിന്റെ ക്ലാസ് തൽക്കാലം അവിടെ വെച്ചതാണ്. ഇൻഷാ അല്ലാഹ് പെരുന്നാളിന് ശേഷം നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ പെരുന്നാളിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഈ നിയമങ്ങൾ നിങ്ങൾ ശരിക്കും പഠിച്ചിരിക്കണം. കാരണം ഇനിയുള്ള ഊത്തിൽ, ഇനിയുള്ള പാരായണത്തിൽ അൽ-ഖാഇദത്തുൻ നൂറാനിയ അല്ല, അതിൽ തന്നെയും വരും നിയമങ്ങൾ. അല്ലാതെ ഖിറാഅത്ത് ഓതി തുടങ്ങിയ ഹിഫ്ദും ഖിറാഅത്ത് ഓതി തുടങ്ങിയ കുട്ടികളും മുതിർന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പാരായണത്തിൽ ഇനി ഈ നിയമങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ചോദ്യങ്ങൾ വരും. ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയത് മുഴുവൻ വളരെ കൃത്യമായി പഠിക്കുകയും എഴുതി വെക്കേണ്ടവ എഴുതി വെക്കുകയും അത്യാവശ്യ സന്ദർഭങ്ങളിൽ നോക്കാൻ കഴിയുന്ന രൂപത്തിൽ എഴുതി വെക്കുകയും ചെയ്യണം. വെറുതെ കേട്ടുപോയിട്ട് കാര്യമില്ല. ഇത് പ്രയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കേണ്ടിടത്ത് കൃത്യമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ദൗറത്തുൽ ഖുർആൻ റമദാനിൽ മാത്രമായിട്ട് ജോയിൻ ചെയ്ത, തിലാവത്തിലും ഹിഫ്ലിലൊന്നും ഇല്ലാത്ത, ഖുർആന് ഓതിത്തരുന്ന കോഴ്സുകളിലൊന്നും ഇല്ലാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിത് ഓതാനുള്ള കോഴ്സുകൾ ജോയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളൊക്കെ പഠിച്ച് പറ്റുമെങ്കിൽ ഇതൊക്കെ അറിയുന്ന ആർക്കെങ്കിലും ഓതി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് ശരിക്കും പഠിച്ച് നിങ്ങൾ തന്നെ ഓതി നോക്കുകയും പരിശീലിക്കുകയും ചെയ്യണം. അതിന് പരിമിതികൾ ഉണ്ടെങ്കിലും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളിത് കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും മനസ്സിലാക്കുകയും വേണം. അതുപോലെ തന്നെ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനു പുറമെ ഫർദർ ഡെവലപ്മെന്റ്സ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു യുബാരികു ഫീക്കും. അപ്പോ തീർച്ചയായും ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വിഷയങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് കരുതുകയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പലപ്പോഴും ഇങ്ങക്ക് തന്നെ ഖത്ം ഓതിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ സംശയങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഇതിൽ വരും. വളരെ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ക്ലാസ് 7 മണിക്കേക്ക് ആക്കിയത് സ്വതന്ത്രമായിട്ട് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സുബഹിയും ഇവിടുത്തെ സുബഹിയും യുഎഇയിലെ സുബഹിയും ഒന്നും തടസ്സമാവാതിരിക്കാൻ വേണ്ടി. ഖത്തറിലുള്ള ആളുകളുണ്ട്, അവരുടെ സുബഹിസ്കാരത്തിന്റെ സമയമാകുമ്പോഴേക്കും
അവർക്ക് വേണമെങ്കിൽ പോയി പെട്ടെന്ന് നിസ്കരിച്ച് പിന്നെയും വരാം, റെക്കോർഡ് കേൾക്കുകയും ചെയ്യാലോ ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ തുടക്കത്തിൽ പറയുന്നത് അൻ-നബറു, നബർ ആണ് നമ്മൾ പറയുന്നത്. നബർ എന്താണ്? നബർ എന്ന് പറഞ്ഞാൽ, നബർ എന്ന് പറയുന്നത് ആ ഒരു പ്രയോഗം, നബർ എന്ന പ്രയോഗം വന്നിട്ടുള്ളത് ഈ അടുത്ത കാലത്താണ്. എന്നാൽ നബർ എന്ന പേരിട്ട് വിളിച്ചിട്ടില്ലെങ്കിലും അയിമ്മത്തുകൾ മുന്നേ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് നബർ എന്ന് പറഞ്ഞാൽ? ഹുവ അല്ലാഹു അലാ മുഖത്തഇൻ ഔ ഹർഫിൻ മുഅയ്യനിൻ ബിഹൈസു യകൂനു സൗതുഹു അഅലാ ബിഖലീലിൻ മിമ്മാ ജാവറഹു മിനൽ ഹുറൂഫ്. നബർ എന്ന് പറഞ്ഞാൽ മുന്നും ഒരക്ഷരത്തിന്റെ തൊട്ട് മുന്നേയും തൊട്ട് ശേഷവുമുള്ള അക്ഷരങ്ങളെക്കാൾ, അല്ലെങ്കിൽ അതിന്റെ സമീപത്തുള്ള അക്ഷരങ്ങളെക്കാളും ഒരൽപ്പം ശബ്ദമുയർത്തി ഒന്ന് പ്രസ് ചെയ്യുക. അതിന് തൊട്ട് മുമ്പുള്ള അല്ലെങ്കിൽ തൊട്ട് ശേഷമൊക്കെയുള്ള അക്ഷരങ്ങളെക്കാളും ആ ഓത്തിൽ മറ്റ് അക്ഷരങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ പ്രത്യേക പർട്ടിക്കുലർ അക്ഷരത്തിന് ഒന്ന് പ്രസ് ചെയ്ത് ശബ്ദം ഉയരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക. അതാണ് നബർ എന്ന് പറയുന്നത്. ഓതി തന്നെ പരിശീലിക്കേണ്ട സംഗതിയാണ് നബർ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് എന്നതിലേക്ക് നമുക്കൊന്നുകൂടി പോകാം. ഇവിടെ നിങ്ങൾ കാണാം, വന്നബറു ബഹ്സുൻ ഖദീമുൻ ജദീദ്. നബർ എന്നത് പണ്ടേ ഉലമാക്കൾ ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ ഖദീമുൻ ഫി മൗദൂഇഹി, വിഷയം പണ്ടേ ഉണ്ട്. ജദീദുൻ ഫി തസ്മിയതിഹി വ ഉസ്ലൂബി അർദിഹി. പക്ഷെ നബർ എന്ന പേരൊക്കെ ഇട്ട് സിസ്റ്റമാറ്റിക് ആയി ചർച്ച ചെയ്യാൻ തുടങ്ങിയത് പിൽക്കാലത്താണ്. അപ്പോ നബർ എന്നത് എവിടെയൊക്കെയാ വരുന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന്, ഇൻദൽ വഖഫി അലൽ ഹർഫിൽ മുശദ്ദദി. നബർ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ആവർത്തിക്കാം, മറ്റ് തൊട്ടടുത്തുള്ള അക്ഷരങ്ങളെക്കാളും ഒരൽപ്പം ശബ്ദമുയർത്തി പ്രസ് ചെയ്യുക, ഒരു മർദ്ദം അവിടെ കൊടുക്കുക. പ്രസ് എന്നാണ് അറബിയിൽ പറയുക. ഒന്ന് മർദ്ദം കൊടുക്കുക. അപ്പൊ ഷദ്ദുള്ള സ്ഥലത്തായിരിക്കും അതുണ്ടാവുക. അല്ലെങ്കിൽ അതുപോലെ സമാനമായി ഒന്നുകൂടി വ്യക്തമാവേണ്ട സ്ഥലത്ത് ആ ഉച്ചാരണം, ആ അക്ഷരത്തിന്റെ പ്രത്യേക അക്ഷരത്തിന്റെ ഉച്ചാരണം ഒന്നുകൂടി വ്യക്തമാവണം എന്നുള്ള സ്ഥലത്താണ് ഉണ്ടാവുക. അപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ അൽ ഹൈ എന്നിടത്ത്, അല്ലെങ്കിൽ വബസ് എന്നിടത്ത്, മുസ്തഖിർ എന്നിടത്ത്, ഇൻദൽ വഖഫി അലൽ ഹർഫിൽ മുശദ്ദദി, ഷദ്ദുള്ള ഹർഫിൽ നിർത്തുമ്പോൾ, ഷദ്ദുള്ള ഹർഫിൽ നിർത്തുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അവിടെ എന്തുണ്ട്? ഈ പറഞ്ഞ നബർ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഞാനിപ്പം നിങ്ങൾക്ക് മുന്നിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ളത് കൊണ്ട്, ഇനിയും സ്ക്രീൻ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങളോട് പറയാണ്, കയ്യിൽ മുസ്ഹഫോ മറ്റോ ഉണ്ടെങ്കിൽ സൂറ അൽ ഖമർ ഒന്നെടുക്കുക. സൂറ അൽ ഖമർ മുസ്ഹഫ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി. അല്ലെ പിന്നെ ഞാൻ ഈ ഷെയർ സ്റ്റോപ്പ് ചെയ്തിട്ട് മുസ്ഹഫ് ഷെയർ ചെയ്യേണ്ടി വരും. തൽക്കാലം അങ്ങനെ ചെയ്യാം അല്ലെ? ഇൻഷാ അല്ലാഹ് ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഞാൻ ഇതിൽ തന്നെ ഷെയർ ചെയ്യാം. അപ്പോ ഷെയർ ചെയ്യുന്ന സമയം അതിന് മുമ്പേ ഒന്നുകൂടി വിഷയം നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത് നബർ എന്ന
ഒരു പ്രയോഗം അല്ലെങ്കിൽ ഒരു നിയമത്തെ കുറിച്ചാണ്. ഈ നിയമം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ പ്രധാനപ്പെട്ട നിയമമാണ്. കാരണം ഷദ്ദുള്ള അക്ഷരത്തിൽ നിർത്തുമ്പം ഈ പറഞ്ഞ ആ പ്രസ്സിങ്ങും ശബ്ദവും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഷദ് നഷ്ടപ്പെട്ട് അതൊരു സാധാരണ സുക്കൂനുള്ള അക്ഷരമായി മാറും. ബേജാറാവേണ്ട ആരും. ഒന്നുകൂടി അത് വിശദീകരിക്കുമ്പോൾ വേഗം മനസ്സിലാവും കേട്ടോ. അത് തിരിയുന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് തിരിയായിക ഉണ്ടാവും. പക്ഷെ അതില് ബേജാറാവേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ്. ഇത് അറിഞ്ഞിരിക്കൽ നിർബന്ധമായ സംഗതിയാണ്. അപ്പൊ വളരെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ശ്രദ്ധയില്ലാതെ ഇരുന്നാൽ തിരിയില്ല. അപ്പൊ സൂറത്തുൽ ഖമർ മുസ്ഹഫ് കയ്യിലുണ്ടെങ്കിൽ സൂറത്തുൽ ഖമർ എടുത്തോളൂ. ഇല്ലെങ്കിൽ ഒന്ന് ഇത് ശ്രദ്ധിക്കുക. സ്ക്രീന് കാണുന്നില്ലേ? സൂറ അൽ ഖമറാണ് സ്ക്രീനിലുള്ള സൂറത്തുൽ ഖമർ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر وكذبوا واتبعوا أهواءهم وكل أمر مستقر ولقد جاءهم من الأنباء ما فيه مزدجر حكمة بالغة فما تغني النذر فتول عنهم يوم يدعو الداعي إلى شيء نكر. ഇതിലിപ്പോ 6 ആയത്തുകളാണ് ഉള്ളത്. നമ്മളിപ്പോ ഓതിയ ഭാഗത്ത് 6 ആയത്തുകളുണ്ട്. ഒന്നാമത്തെ ആയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് ഖമർ. അവിടെ റാഇന് ശബ്ദില്ല. എന്നാൽ രണ്ടാമത്തെ ആയത്തിൽ മുസ്തമിർ എന്നിടത്ത് റാഇന് ശബ്ദുണ്ട്. അപ്പൊ നമ്മള് ഒന്നാമത്തെ ആയത്തിൽ വൻഷഖൽ ഖമർ എന്ന് നിർത്തുകയും രണ്ടാമത്തെ ആയത്തിൽ സിഹ്റും മുസ്തമിർ എന്ന് നിർത്തുകയും ചെയ്താൽ രണ്ടും ഷദ്ദില്ലാത്ത റായിലാണ് നിർത്തുന്നത്. അത് പറ്റൂലല്ലോ. ഷദ്ദുള്ള റാ എന്ന് പറഞ്ഞാൽ എന്താ? റ് പ്ലസ് റാ ആണ് റ. രണ്ടക്ഷരമാണ് ഷദ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ മുസ്തമിർ എന്ന് ഓതിയാൽ അവിടെ ഒരു റായെ നമ്മൾ ഉച്ചരിക്കുന്നുള്ളൂ. ആക്ച്വലി അത് പറ്റൂല. രണ്ട് റാ അവിടെ വരണം. എങ്ങനെ? അതിനാണ് ആ റായിന്റെ സ്ഥലത്തെത്തുമ്പോ ആ മീമില് തൊട്ടുള്ള മീമിൽ ഒരു ശബ്ദമൊക്കെ ഉയർത്തി റാ ഇതൊന്ന് പ്രസ് ചെയ്യുക. തൊട്ടു മുമ്പുള്ള മീമിൽ ഒരു ശബ്ദം ഉയർത്തി റായില് പ്രസ് ചെയ്താൽ ആ ഷദ് വെളിവാകും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ. وَإِن يَرَوْا آيَةً يُعْرِضُوا وَيَقُولُوا سِحْرٌ مُسْتَمِرٌ. മുസ്തമിർ എന്നാൽ നേരത്തെയോ وَيَقُولُوا سِحْرٌ مُسْتَمِرٌ. അവിടെ ശബ്ദില്ല. ഇനി അടുത്ത ആയത്ത് وَكَذَّبُوا وَاتَّبَعُوا أَهْوَاءَهُمْ وَكُلُّ أَمْرٍ
മുസ്തഖിർ മുസ്തഖിർ. അപ്പൊ അവിടെ ഷദ്ദു വന്നു. ഇതാണ് ഷദ്ദുള്ള അക്ഷരത്തിൽ വഖഫ് ചെയ്യുമ്പോൾ ഉള്ള നബർ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് കരുതുകയാണ്. മനസ്സിലായെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മനസ്സിലാവാത്തവര് റെക്കോർഡ് കിട്ടുമ്പം ആവർത്തിച്ചൊന്ന് കേട്ട് നോക്കിയാലും മതി കേട്ടോ. ഇൻഷാ അല്ലാഹ് ലൈവിൽ ഇപ്പൊ നമുക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അൽ ഹൈ നിർത്തുമ്പോ എങ്ങനെയാ? ഹൈ എന്ന് നിർത്തിയാൽ അവിടെ യാ സുക്കൂനോട് കൂടിയാണ് നിർത്തുന്നത്. ഹൈ എന്നേ ആവുള്ളൂ. ഹൈ ഹൈ. വബസ് കണ്ടോ? വബസ് എന്നായാൽ ഇനി സുക്കൂൻ വെച്ചിട്ടാണ് നിർത്തുന്നത്. അങ്ങനെ ഷദ്ദോട് കൂടി നിർത്തണം. വബസ് وبث لأن الوقف سيكون على واحد فقط من الحرف المشدد لتعذر نطقهما معا ساكنين وكأنه سقط من التلاوة حرف فعوض عن ذلك بالانتقال من الحرف قبل الأخير إلى الأخير بضغط معين تضبطه المشافهة. ഒരാൾക്ക് ഒരു കാര്യം ഓതി കൊടുത്താലാണ് ഇതൊക്കെ ശരിയാവുക, അത് ഉറപ്പാണ്. അപ്പോ പിന്നെ തൊട്ടു മുമ്പുള്ള ഹർഫിൽ നിന്നും ഒരു ശബ്ദം ഉയർത്തിയിട്ട് പ്രസ് ചെയ്ത് നിർത്തുമ്പോൾ ആ ശബ്ദം എന്താവും? വെളിവായിക്കോളും. ഇല്ലെങ്കിൽ അശബ്ദില്ലാതെ സുക്കൂനിൽ വെളിവാകുന്ന ഒരവസ്ഥ വരും. അപ്പൊ അടുത്ത നോക്ക്. ويستثنى من الوقف على الحرف المشدد اولا الوقف على النون والميم المشددتين. നൂനും മീമും ആവുമ്പോ പ്രശ്നമില്ല. നൂനും മീമും ആവുമ്പോ മണിക്കാനോ. വലകിൻ ഇപ്പോ സൂറത്തു റഹ്മാനിലുണ്ട് ഇൻസും വലജ മണിച്ചിട്ടാണ് നിർത്തുക, മണിച്ചോണ്ടാണ് നിർത്തുക. അപ്പൊ അവിടെ ശബ്ദ വെളിവാകുന്നുണ്ട്. അങ്ങനെ നൂനിനും മീമിനും അങ്ങനെ ഒരു സൗകര്യം ഉണ്ട്. മറ്റുള്ള അക്ഷരത്തിന് ആ സൗകര്യമില്ല, മണിക്കുന്ന പരിപാടി ഇല്ലല്ലോ. അപ്പോ വലകിൻ മണിച്ചു നിർത്തിയാൽ അവിടെ ശബ്ദ വന്നു, കുഴപ്പമില്ല. അവിടെയും പ്രശ്നമില്ല. ഫിലിയം അവിടെ യം എന്നാക്കേണ്ട ആവശ്യമില്ല, നബർ വേണ്ട അവിടെ. ഫിലിയം എന്ന് മതി. അപ്പോ നൂനും മീമും ശബ്ദ വന്നിടത്ത് ഈ പറഞ്ഞ നബർ എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ ആവശ്യമില്ല. അതുപോലെ തന്നെ കൽക്കലയുടെ അക്ഷരങ്ങൾ. കൽക്കല നമ്മൾ പറഞ്ഞല്ലോ, കുത്തുബുജദ് എന്ന് പറയുന്ന 5 അക്ഷരങ്ങൾക്കുള്ള കൽക്കല. കൽക്കല എന്ന് പറഞ്ഞാൽ റിലീസിങ് ഫ്രം ദി ആർട്ടിക്കുലേഷൻ പോയിന്റ്, നമ്മുടെ മഖ്റജിൽ നിന്ന് പിൻവലിക്കുന്ന അക്ഷരങ്ങൾ. അപ്പൊ ബഉം ഖാഫൊക്കെ അങ്ങനെ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. കണ്ടോ? അവിടെ ശബ്ദ നമുക്ക് ശരിക്കും വ്യക്തമാക്കാൻ കഴിയും. അവിടെ പ്രത്യേക ഒച്ചയൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. നബർ വേണ്ട, പ്രസ്സിങ് വേണ്ട, പ്രത്യേകം പ്രസ്സിങ് വേണ്ട. അപ്പോ അവിടെ ശബ്ദം എങ്ങനെ ഒഴിവാകുക? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. തബ് നോദിയാൽ ശബ്ദ പോയി. അതുപോലെ തന്നെ കൽക്കല ഒഴിവാക്കിയാൽ ശബ്ദ പോയി. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ശബ്ദില്ല, സുഖമായിട്ട് ശബ്ദ ചെയ്യാം, കൽക്കല ചെയ്താൽ മതി. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. കണ്ടോ? നല്ല കൽക്കല വന്നു, അതോടൊപ്പം ശബ്ദവും വന്നു, പ്രശ്നമില്ല. വതവാസൗ ബിൽ ഹഖ്. ഹഖ് ബാക്കിയുള്ള അക്ഷരത്തിന് ഈ സൗകര്യമില്ല, കൽക്കലയുടെ അക്ഷരത്തിന് ആ സൗകര്യമുള്ളൂ. അപ്പോ ഉന്നത്തിന്റെ അക്ഷരം അഥവാ നൂനും മീമും ശബ്ദോട് കൂടി വന്നാൽ അവിടെ നിർത്തുമ്പം മണിച്ചോട് നിർത്തിയാൽ അവിടെ എന്ത് വന്നു? ശബ്ദ വന്നു. കൽക്കലയുടെ അക്ഷരങ്ങളോ കൽക്കല ചെയ്തുകൊണ്ടും ശബ്ദ ചെയ്യാൻ പറ്റും, അവിടെയും കുഴപ്പമില്ല. അതല്ലാത്ത അക്ഷരങ്ങൾക്കാണ് നമ്മൾ പറഞ്ഞത്.
ഇനി നബർ രണ്ടാമത്തത്, ഒന്ന് ഷദ്ദുള്ള അക്ഷരത്തിൽ നിർത്തുമ്പോൾ, അതിൽ കൽക്കരി അക്ഷരം ഒഴിവാണ്, നൂനും മീം ഒഴിവാണ്. 5 കൽക്കരയുടെ അക്ഷരം, കുത്തുബുജത്ത് 5 പിന്നെ നൂനും മീമും 2 ഏഴല്ലാത്ത 21 അക്ഷരങ്ങൾ വന്നാലും പിന്നെ ഷദ്ദിൽ നിർത്തുമ്പോൾ, ചില അക്ഷരങ്ങൾക്കും ഷദ് വരൂല, പറയുമ്പോൾ 21 അക്ഷരം എന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോ ഷദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ, നിർത്തുമ്പോൾ ഈ പറഞ്ഞ നബർ വേണം. ഇനി രണ്ടാമത്തത്, നബർ വരുന്ന രണ്ടാമത്തെ വിഭാഗം ഏതാണത്? عند نطق الواو والياء المشددتين. عند نطق الواو والياء المشددتين. ഷദ്ദുള്ള വാവും യാവും ഉച്ചരിക്കുമ്പോൾ, ഷദ്ദുള്ള വാവും യാവും ഉച്ചരിക്കുമ്പോൾ, ഉദാഹരണത്തിന് അൽ ഖുവ്വത ഖവ്വാമീന ശർഖിയ്യ സയ്യാറത്തുൻ ഹുയ്യീതും. എന്താണ് ഇവിടുത്തെ വിഷയം? ഇപ്പൊ അൽ ഖുവ്വത എന്നിടത്ത് വാവിന് ഷദ്ദാണ്. ഈ വാവിന്റെ ഷദ് ഉള്ളയിടത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മളിത് അവിടെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? അൽ ഖുവത എന്നോതുന്നു, ഖുവത ഖുവത. എന്താ അവിടെ സംഭവിച്ചത്? ഞാന് പിന്നെ ചാറ്റിൽ ഞാൻ എഴുതുന്നുണ്ട്, ഒന്ന് വായിച്ചു നോക്കട്ട എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന്. അൽ ഖൂ അൽ ഖൂവത. അൽ ഖൂവത കണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാരും എസ് അടിക്കുമ്പം ഞാൻ എഴുതിയത് കാണാതായി പോയത് മുകളിലുണ്ടാവും. കൂവച്ച, കാഫ് നീട്ടലാണ് സംഭവിക്കുക. അൽ കൂവച്ച, സംഗതി ആള് ശബ്ദമൊക്കെ ചെയ്യുന്നുണ്ട് മനസ്സിൽ, അത് മദ്ദായി മാറും. അതന്നെ എന്താവും? മദ്ദായി മാറും, ഷദ്ദു മാറി മദ്ദ. അൽ കൂവച്ച. അപ്പൊ അവിടെ ഷദ്ദാണെന്ന് വ്യക്തമാക്കണം. നബർ അതിനാണ്. എന്താണ് ചെയ്യേണ്ടത്? അൽ കൂവച്ച, കൂവച്ച. കണ്ടോ? കൂവ ഒരൊച്ച കൂടുമ്പോ, ഒച്ച കൂടിയ പ്രസ് ചെയ്യുമ്പോ ഷദ്ദ് വ്യക്തമായി. അൽ കൂവച്ച, കൂവച്ച, കൂവച്ച. തെറ്റ്. കൂവച്ച തെറ്റ്. കൂവച്ച, കൂവച്ച. അപ്പൊ ശരി. അപ്പൊ നബർ അവിടെ വരികയാണ്. വ്യക്തമല്ലേ? അതുപോലെ തന്നെ അടുത്തത് ഖവ്വാമീന, ഖവ്വാമീന. അവിടെ ഖൗ വാമീന എന്നാവും. ഖൗ വാമീന ലീനായി മാറും, ലീനക്ഷരമായി മാറും. മദ്ദക്ഷരം ലീനക്ഷരം നമ്മൾ പറഞ്ഞതാണ് മദ്ദില്. ഖൗ വാമീന അങ്ങനെ ആവാൻ പാടില്ല. എങ്ങനെ ആവേണ്ടത്? അപ്പോ നബറോട് കൂടി ഖവ്വാമീന, ഖവ്വാമീന, ഖവ്വ 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 ഖവ്വ. കണ്ടോ? ഖവ്വ എന്നാവാതെ ഖവ്വാമീന, ഖുവ്വത. അടുത്തത് ശർഖിയ്യ. അതൊക്കെ സൂറത്തുൽ മറിയമിലുള്ളതാണ്, ആയത്തിന്റെ അവസാനത്തിലാണ്. ശർഖിയ്യ. എന്താ സംഭവിച്ചത്? ശർഖിയ്യ എന്നാണ് അയാൾ ഓതിയത്. ഷദ് വ്യക്തമല്ല. അപ്പൊ എന്ത് ചെയ്യണം? ശർഖിയ്യ, 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 ഖിയ്യ. അത് ആരും ഷദ് വന്നിട്ടില്ല എന്ന് പറയില്ല. നമ്മളെ മീറ്റിംഗ് കട്ടായാൽ പിന്നെയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. പെട്ടെന്ന് തന്നെ ക്ലാസ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യും കേട്ടോ. മീറ്റിംഗ് കട്ടായാൽ പെട്ടെന്ന് തന്നെ ലിങ്കിൽ വീണ്ടും അമർത്തി പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഇപ്പൊ മീറ്റിംഗ് കട്ടാവും.
അതുപോലെ തന്നെ സയ്യാറത്തുൻ അല്ല, സയ്യാറത്തുൻ, സയ്യ അല്ല, സയ്യ. അടുത്തത് وَإِذَا حُيِّيتُم بِتَحِيَّةٍ അങ്ങനെയല്ല, وَإِذَا حُيِّيتُم بِتَحِيَّةٍ തഹീയത്തിനാവ് തഹീൽ എന്നിട്ടല്ലായി ഹുയ്യി, അതൊന്നും ശരിയല്ല. അവിടൊക്കെ നബർ കൊടുത്ത് ഷദ്ദിനെ ഒഴിവാക്കുക. അപ്പോ വാവു യാ മുശദ്ദദത്തൈൻ, ഷദ്ദുള്ള വാവിനും യായിലും നബർ അനിവാര്യമാണ്. ഇനി മൂന്നാമത്തത് ഇൻദൽ ഇന്തിഖാലി മിൻ ഹർഫി മദ്ദിൻ ഇലൽ ഹർഫി അൽ അവ്വലി മിനൽ മുശദ്ദദി. അപ്പം നമ്മള് മദ്ദുൽ ലാസിം പഠിച്ചല്ലോ. മദ്ദുൽ ലാസിം ചെയ്യുന്ന സമയത്തും ഒരു ശ്രദ്ധ വേണം. അവിടെ ഒരു നബറിന്റെ ആവശ്യം ഉണ്ടാവും. മദ്ദുൽ ലാസിം, മദ്ദക്ഷരത്തിനു ശേഷം ഷദ്ദു വരുന്ന, ഷദ്ദുള്ള അക്ഷരം വരിക അല്ലെ, മദ്ദുൽ ലാസിമിന്റെ ഒരു ഇനമാണ്. അപ്പൊ അത് മദ്ദിന്റെ ചാപ്റ്റർ എടുത്തിട്ട് പിന്നെ ഒന്ന് കേട്ടോക്കണം, ഓർമ്മയില്ലാത്തവർക്ക് ഓർമ്മ വരും. അപ്പൊ അവിടെ 6 അക്ഷരത്തിന്റെ ഖദറാണ് നമ്മൾ നീട്ടുക. ഈ 6 അക്ഷരത്തിന്റെ ഖദർ ദ എന്ന് നീട്ടിയാൽ പിന്നെ ഷദ്ദുള്ള അക്ഷരം വരികയാണ്. അപ്പൊ ഷദ്ദുള്ള അക്ഷരം വരുമ്പോ ആ ഷദ്ദ് വെളിവാകാത്ത ഒരവസ്ഥ വരും. എങ്ങനെ? ദീൻ എന്ന് വരും. അപ്പൊ ആ ഷദ്ദ് വെളിവാകാൻ വേണ്ടി ഒന്ന് നബർ ചെയ്യാം. ദീൻ കണ്ടോ, ദീൻ ചെറിയൊരു വലിവ്, ഓവറാവരുത്. ഇതെങ്ങനെയാണ്? ഓവറാണോ ശരിയാണോ എന്ന് മനസ്സിലാ, അതൊരു ഖാരിയിന് ഓതി കൊടുക്കണം. അതിനാണ് ഓത്തിന്റെ വിഷയങ്ങളിലേക്കും ഓതി കൊടുക്കാനുള്ള സംവിധാനങ്ങളിലേക്കും ജോയിൻ ചെയ്യണം എന്ന് പറയുന്നത്. ഓതി കൊടുക്കണം, ഇപ്പൊ ശരിയുണ്ടോ ഇല്ല എന്നൊക്കെ അറിയാം. എന്ന് പോരാ, പിന്നെ ഒന്ന് നബർ ചെയ്യണം. കണ്ടോ,